ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നൊരു മൺഡേ ആണ്. ഇന്ന് എൻ്റെ പ്രോഗ്രാം ഡേ ആണ്. ഇന്ന് നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ ആനുവൽ ഡേ ആണ്. അപ്പോൾ ഈ പ്രാവശ്യം വർക്കിംഗ് ഡേയ്സിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്നാണ് പരിപാടി. അപ്പോൾ ഞാനിപ്പോൾ അവിടേക്ക് പോകാൻ പോവാണ്. വൈകുന്നേരം 6 മണിക്കാണ് പരിപാടി. അപ്പോൾ രാവിലെ തന്നെ 8:30 മേക്കപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 10:15. ഞങ്ങളുടെ ടീമിനെ ഒരു 11:30ക്കാണ് പറഞ്ഞേക്കണത്. രാവിലെ 8:30 തുടങ്ങി അവിടെ മേക്കപ്പ് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ ആ കറണ്ട് വന്നു. ഇവിടെയാണെങ്കിൽ രാവിലെ തന്നെ തെങ്ങ് വീണ് കറണ്ട് പോയി. ഇപ്പതേ കറണ്ട് വന്നു. ഒരു 46 പ്രോഗ്രാമാണ് ഉള്ളത്. അതിനകത്ത് ഞങ്ങൾ 25 ടീമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് 15ാമത്തെ ടീമാണ്. എനിക്ക് എൻ്റെ 2 പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ റെഡി ആവട്ടെ. ഇപ്പം ആണെങ്കിൽ കുളിച്ചതേ ഉള്ളൂ. മുടി നനഞ്ഞിരിക്കുകയാണ്. മുടി ഉണക്കേണ്ടതായിരുന്നു. പിന്നെ എണ്ണ വേണമെന്ന് പറഞ്ഞായിരുന്നു തലയിൽ. അപ്പം ഞാൻ എണ്ണ ഇട്ടിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഇപ്പോൾ കുളിച്ചു. പിന്നെ ഓപ്പൺ ഡ്രസ്സ് വേണം മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട് ഓപ്പണോ അല്ലെങ്കിൽ ബാക്ക് ഓപ്പണോ ഒക്കെ വേണം. അപ്പോൾ പോവാണ്. ഇവിടെ നല്ല മഴയാണ്. നല്ല മഴ എന്നൊക്കെ പറഞ്ഞാൽ എല്ലായിടത്തും നല്ല മഴയാണ്. ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. പക്ഷെ വെക്കേഷനാണ്. എന്നിട്ടും ഈ അവധി പറഞ്ഞു. അതാണ് ഞാൻ ആലോചിക്കണേ. എനിക്ക് ട്യൂഷൻ സെൻ്ററൊക്കെയാണെന്ന് തോന്നുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഒരുങ്ങി പോവാം. ഒരുങ്ങാനൊന്നുമില്ല. അവിടെ പോയിട്ട് എന്തായാലും ഒന്നും പാടില്ല പോകുമ്പോൾ, മേക്കപ്പ് ചെയ്യാൻ പോകുമ്പോൾ. അപ്പം എന്തായാലും നമുക്ക് മുടി ഉണക്കിയിട്ട് പോവാം. യൂബറിനാവും പോവുക. ശ്യാം ഇന്ന് വർക്ക് ഫ്രം ഹോം എടുത്തേക്കാണ്. പക്ഷേ ഈ മഴയത്ത് ആളങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നതിനേക്കാട്ടും നല്ലത് ഞാൻ യൂബറിന് പോകുമായിരിക്കും. അപ്പം മിക്കവാറും യൂബറിന് തന്നെ പോവുള്ളൂ. ഞാൻ ഇറങ്ങി. ശ്യാമ വൈകുന്നേരം വരില്ലേ? ശ്യാം വൈകുന്നേരം വരും. ഞാൻ പോവാണ്. യൂബറിനാണ് പോണേ. ശ്യാം ഇവിടെ പണി ചെയ്യാണ്. പക്ഷേ ഇവിടെ കറണ്ട് ഇല്ല. ഇരുട്ട് കുത്തിയിരിക്കുക. നല്ല മഴയും. ഇവിടെ ഓരോ ഗ്രൂപ്പിനും മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേരില് 3 പേരാണ് എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഓൺ ദ വേ. 11:30 ആണ് ടൈം. 11:15 വന്നുകൊണ്ടിരിക്കുകയാണ്. വിഷ ചേച്ചി, ഇത് റീബ ചേച്ചി, ഇതും ജോമോള് ചേച്ചിയാണോ? ചേച്ചിയല്ലേ? എല്ലാവരും ചേച്ചിമാരാട്ടോ. ഒരാൾ മാത്രം കുഞ്ഞുള്ളൂ. കുഞ്ഞു മീൻസ് ആദിത്യ, ഞങ്ങളെക്കാട്ടും ഏറ്റവും ഇളയത് അല്ലേ? അതെ. ഇവിടെ ഓർണമെന്റ്സ് നല്ല മാലയാ. മാല എനിക്ക് ഇഷ്ടമായി. ഇത് നമുക്ക് സാരിയുടെ ഒക്കെ കൂടി ഇടാം അല്ലേ? ഈ മാല നെറ്റ് കമ്മല് കാണിച്ചു. കമ്മല് നെറ്റിച്ചൂട്ടി. ഇത് മറ്റേ മാല. മാലയുടെ സെറ്റ് കമ്മലുമല്ലോ. ആദിത്യ ഏറ്റവും ചെറുതട്ടോ കൂട്ടത്തിലെ. ഞങ്ങളിനി ഒരുങ്ങാൻ പോവല്ലേ? ഒരുങ്ങാൻ ടീമിലെല്ലാവരും എത്തി. ഇതാണ് ഞങ്ങളുടെ മിസ്, അർച്ചന മിസ്. കോളേജിലെ ലെക്ചറാണ്. കണ്ടാ പറയില്ലെന്നുള്ളൂ. ലെക്ചറായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരുങ്ങാൻ പോവാണ്. ഭയങ്കര വർത്താനം പറച്ചില ഗൈസ്. ഞങ്ങളെ മേക്കപ്പ് ചെയ്യാൻ വിളിക്കാന്ന് പറഞ്ഞു. ചേച്ചി വിഷ, ഇത് നമ്മുടെ പ്രീബ ചേച്ചി. ഓരോരുത്തരും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അയ്യോ മമ്പം കുട്ടി മിസ്സേ, ഞങ്ങളെ നോക്കൂ. എന്നെ എന്റെ ചുണ്ടോക്കിയ നല്ല രസമില്ലേ? കണ്ണ് നോക്ക്. നമ്മള് ഹെയർ കെട്ടാൻ വന്നു. 2 മാലാകമാർ. ഇങ്ങോട്ട് നോക്കിയേ.
ഞങ്ങൾ നല്ല കോലമില്ലേ ഗൈസ്, ഞങ്ങളെ കണ്ടോ? എല്ലാവരും ഒരുങ്ങാണ്. കണ്ണൊക്കെ എഴുതാൻ പോയപ്പോഴത്തേക്ക് ആ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് വരാൻ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. കുറച്ച് പേരൊക്കെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്ന്, ഞങ്ങളൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തു. കുറച്ച് പേര് പുറത്തുനിന്ന് ഓർഡർ ചെയ്തു. അങ്ങനെ മിസ്സായിരുന്നു. ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങളുടെ സ്വിഗ്ഗി സൊമാറ്റോ ചേട്ടൻ എത്തിയിട്ടില്ല ഗൈസ്. പുറത്താണെങ്കിൽ നല്ല മഴ. അവിടെ എന്തോ വണ്ടി ആക്സിഡന്റ് ഉണ്ടായി, പക്ഷെ ആർക്കൊന്നും പറ്റിയില്ല. ഹൗസിൻ്റെ കയ്യിൽ രസമുണ്ട്. എൻ്റെ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഹായ് പറഞ്ഞേ. നമ്മുടെ ടീമിലുള്ളവരാട്ടോ. ഈ ചേച്ചിമാരോട് ഹായ് കാണിക്കാൻ പറഞ്ഞപ്പോൾ ചേച്ചിമാർ എന്താന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയായിരുന്നു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞു സംസാരിച്ചിരിക്കുക കേട്ടോ ഞങ്ങളവിടെ. ഓർണമെന്റ്സ് ഒക്കെ ഇടണം. ഫൈനൽ സ്റ്റേജിന് ലിപ്സ്റ്റിക് ഇടണ പോലെ. ഇതിന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, ഭയങ്കര ക്യൂവ്. നല്ല ഭംഗിയുണ്ട്. മതിയോ? അറിയില്ലേ? ഒരു മണി പ്രോഗ്രാം പറഞ്ഞിട്ട് ഇപ്പൊ സമയം 6 മണിയായി. എവിടെ എന്തിനാ കളിച്ചിടാനല്ലേ? അറിയാണ്ട് ക്യൂ പോവും. ഒരുങ്ങി കഴിഞ്ഞു. ഇനി ചെലങ്ക കെട്ടാൻ ദക്ഷിണ കൊടുക്കാൻ പോവാണ്. ചെലങ്കയൊക്കെ ഇട്ടു, ദക്ഷിണൊക്കെ കൊടുത്തു. പരിപാടി സ്റ്റാർട്ട് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ വന്നു. എൻ്റെ ഫോണിലൊക്കെ ചാർജ് ഇപ്പം തീരും. എങ്ങനെയുണ്ട്? തീയ വന്നു, പക്ഷെ ജനലിൻ്റെ അപ്പുറത്താ. അമ്മയും ചേട്ടനൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ എവിടെയൊക്കെയാണ്. നമ്മുടെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഡാൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ വയ്ക്കാം, ഒരു വീഡിയോ ക്ലിയർ ഉള്ളത് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒന്ന് വയ്ക്കാം കേട്ടോ. ഞാൻ 2 ഡാൻസും കളിച്ചത് സെമി ക്ലാസിക്കലായിരുന്നു കേട്ടോ. ഈ പാട്ട് ഏതാന്ന് വെച്ചാൽ വീരരാജസൂര, അതും സീതാ കല്യാണവും കൂടെ മിക്സായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ രണ്ടാമത്തെ കളിച്ച ഡാൻസ്. ആദ്യം കളിച്ചത് ശങ്കർ ശശിധര, അതിൻ്റെ വീഡിയോ ക്ലിയർ ഉള്ളത് കിട്ടിയിട്ടില്ല. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഡാൻസ് ഫുള്ള് വേറൊരു വീഡിയോ ആയിട്ട് ഇടാവേ.
ഈ ഡാൻസിന് ഞങ്ങൾ 6 പേരും മറ്റേ ഡാൻസിന് ഞങ്ങൾ 5 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനകത്ത് ഞാൻ ഈ അറ്റത്ത് നിൽക്കണത് കേട്ടോ വൈലറ്റ്. ഞാൻ ആ ഡ്രസ്സിൻ്റെ കളർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അത് ഞാനാണ് എന്ന്. ഈ പാട്ട് ഏകദേശം ഒരു 3 മിനിറ്റേ ഉണ്ടായുള്ളൂ. ഇത് ഞങ്ങൾ രണ്ടാമത്തെ പഠിച്ച പാട്ടാണ്. ആദ്യം പഠിച്ചത് 4 മിനിറ്റിൻ്റെത്. അത് കുറച്ച് പഠിച്ച് എല്ലാം സ്റ്റെപ്പൊക്കെ ഇട്ട് സെറ്റായി വന്നിട്ടാണ് ഞങ്ങൾ ഇത് പഠിക്കാൻ തുടങ്ങിയത്. ഇത് പഠിച്ച് വന്നപ്പോഴത്തേക്ക് അത് മറന്നുപോയി. അങ്ങനെ രണ്ടും കൂടെ പ്രാക്ടീസൊക്കെ ചെയ്ത് സെറ്റാക്കിയ ഒരു വിധം. പിന്നെ ഇത് ഞങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് കളിക്കാൻ പറ്റിയെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ തോന്നിയത്. ടോട്ടൽ 46 പ്രോഗ്രാം ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞ് സിനിമാറ്റിക്കും ഉണ്ടായി, ക്ലാസിക്കലുണ്ടായി, സെമി ക്ലാസിക്കലുണ്ടായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇത് ഞങ്ങളുടെ ലാസ്റ്റത്തെ മംഗളമാണ്. അപ്പോൾ പ്രോഗ്രാമൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. സമയം ഇപ്പോൾ 10:30 കഴിഞ്ഞേക്കണ്. ഓർണമെൻറ്റ്സും ഡ്രസ്സൊക്കെ ഊരി ഇനി മുഖത്തൊക്കെ കഴുകണം. ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. മാമനും അമ്മായിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഫോൺ ഓഫായി പോയി. അപ്പം ഞാൻ പിന്നെ കുറേ എൻഡിങ്ങൊക്കെ മിസ്സായിട്ടുണ്ട്. അത് ഫോൺ ചാർജ് ഇല്ലാണ്ടായതുകൊണ്ടാണ്. രാവിലെ ചാർജ് ചെയ്ത് പോയതല്ലേ, അപ്പോൾ അവിടെ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.